17 വർഷം മുമ്പ് ചെയ്ത ഒരു പോർച്ചിന്റെ മുകളിലാണ് ഞങ്ങൾ 3 പേര് നിൽക്കുന്നത്. 3 അല്ല 2 ദിവസമാണ്. 2 ദിവസം എടുത്തുള്ളൂ. നമ്മൾ 3 എന്ന് പറഞ്ഞ 2 ദിവസം കൊണ്ട് തീർത്തു. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ഈസ്റ്റർ ഉയർത്തെഴുന്നേറ്റ് അന്നാ ഇവിടെ സ്ഥലം പോവുകയും ചെയ്യരുത്. ഇതല്ലേ വണ്ടികളൊക്കെ വന്ന് കിടക്കണുണ്ടോ? ഇതിനാകെ ചെയ്യേണ്ടത് എന്തോ ചേട്ടാ? ഇതൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. ഇവിടെ പറക്കുന്ന ഒരു ഈച്ചക്ക് പോലും സ്ഥലം പോകുന്നില്ല. ഇത് കണ്ടോ, വാഷ് ചെയ്ത വശമാണ് ഇത്, വാഷ് ചെയ്യാത്ത വശമാണ്. അതിപ്പോ വലുതായിട്ടുണ്ട്, എല്ലാം വലുതായിട്ടുണ്ട്. കെട്ടിച്ചു വിടാറായി, അത്രയും വലുതായി. ഫാക്ടറി കാണാൻ ഒരു രക്ഷയില്ലല്ലേ? രക്ഷയില്ലെന്നല്ല, കണ്ണത്താ ദൂരമാണ്. മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 300ഓളം പേർക്ക് 550 സ്ക്വയർ ഫീറ്റിന് ചെയ്തോണ്ടിരിക്കുന്നത് 400 രൂപയ്ക്ക് ചെയ്തു തരും. നമസ്കാരം. നമ്മളിപ്പോ അടൂർ കോട്ടമുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കമ്പനി 18 വർഷത്തിൽ കൂടുതലായി എന്ന് പറഞ്ഞാൽ 19ാമത്തെ വർഷത്തിലോട്ട് കിടക്കുവാണ്. അതിന്റെ വർക്കും പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. പേര്? ഷാജഹാൻ. നമ്മുടെ കമ്പനിയുടെ പേര് എന്തുവാ? ആലിയ ഫാം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതെ, നമ്മൾ 18 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട്. ഈ 18 വർഷമായിട്ട് തുടങ്ങിയിട്ടെന്ന് പറയാനായിട്ടുള്ള കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ എങ്ങനെയാണ് ഈ ആശയ സാധനം ഉണ്ടായത്? ഞാൻ കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എൻ്റെ ചെറുപ്പം മുതലേ. അപ്പം ഗൾഫിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിചാരിതമായിട്ടൊരു സൈറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ആർച്ച് ബിൽഡിംഗ് സിസ്റ്റം അവിടെ കണ്ടു. അപ്പോൾ അത് വലിയൊരു വെയർ ഹൗസ് ആയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വെയർ ഹൗസിനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. വെയർ ഹൗസ്, എയർപോർട്ട് ഹാങ്ങേഴ്സ്, അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതെൻ്റെ മനസ്സിൽ ആ ഒരു ഡിസൈൻ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ എന്തുകൊണ്ട് എനിക്കിതിനുമായിട്ടുള്ള ഇൻട്രസ്റ്റ്, സ്ട്രക്ചറലുമായിട്ടുള്ള ഇൻട്രസ്റ്റ് വിട്ടിട്ട് എനിക്കതിന് എങ്ങനെ ജനങ്ങളിലേക്ക്, സാധാരണ റെസിഡൻഷ്യൽ പ്ലോട്ടുകളിലേക്ക് ഇതിനെ കാർപോർച്ച് രൂപത്തിലും മറ്റുള്ള അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷനാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. 18ാമത്തെ 18th ഇയേഴ്സ്, ഇനിയിപ്പോൾ 19th കയറുകയാണ്. 19 കൊല്ലം ആവുന്നു. 30,000-ൽ പരം കസ്റ്റമേഴ്സ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആകും. അപ്പോൾ ഈ 18 വർഷത്തിന് മുമ്പ് ഇത് ചെയ്തെന്ന് പറയാനായിട്ട് നമ്മൾ അതിന് മുമ്പ് ചെയ്ത വർക്കുകളുണ്ടോ? അങ്ങനെ ഒരുപാട് അന്ന് മുതലുള്ള എല്ലാ വർക്ക് ഓർഡേഴ്സും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരെണ്ണം കണ്ടാലോ? ഓക്കെ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇപ്പം നമ്മളിവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം നമ്മൾ കണ്ടിരുന്നു, സാറിനെയൊക്കെ കണ്ടു. അപ്പം അത് 17 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ടാ. സാറിന് പേരെന്തായിരുന്നു? നമ്മുടെ ഈ സ്ഥലം ശൂരനാട് കണ്ണമ്മം. സാർ എന്തായിരുന്നു ജോലി? ഞാൻ ഇതുപോലെ പട്ടാളത്തിലായിരുന്നു. 38 കൊല്ലം സർവീസ് ചെയ്തു. സാറേ, ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് കഴിവാണ്. കഴിവ് വൃത്തിയാക്കുക. 5 കൊല്ലം ആയി കഴിവ് വൃത്തിയാക്കുക. അത്രേ മാത്രമേ ഉള്ളൂ. പുതിയതുപോലെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നേർക്കാഴ്ചയാണ്. ഇത് കണ്ടോ, വാഷ് ചെയ്ത വശമാണ് ഇത്, വാഷ് ചെയ്യാത്ത വശമാണ്. ഈ 2 സൈഡും നോക്കിയേ. ഇത് എത്ര പ്രഷറുള്ള പമ്പ് കൊണ്ട് അടിച്ചാൽ പോലും പെയിന്റ് പോലും പോകത്തില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് നിന്നിട്ട് പോലും ഇതിനൊരു കുഴപ്പമില്ല. ഈ 17 വർഷമായിട്ട് ഇതിന്റെ മോൾവശം കണ്ടു കഴിഞ്ഞാൽ നോക്കിയേ, വളവോ തിരിവോ ഒന്നുമില്ല. അന്ന് ചെയ്ത എങ്ങനെയാണോ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പായൽ പിടിച്ചിട്ടുണ്ട്. 4-5 കൊല്ലമായി ഇത് കഴിവിട്ട്. 5 കൊല്ലങ്ങളായി കഴിവിട്ട്. ഇപ്പൊ കഴിവുമ്പോ എങ്ങനെയാണോ നമുക്ക് നോക്കുകയും ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിട്ട് ചിലപ്പോൾ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. എല്ലായിടത്തും അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ 17 കൊല്ലം മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ട് ആ വീട്ടില് സന്തോഷത്തോടെ വീട്ടുകാരനും അത് ചെയ്യിച്ച ആളും ഉണ്ടെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇതൊരു വലിയ വിശ്വാസമാണ്. അത് തന്നെ. ഇതാണ് യഥാർത്ഥ ഒരു ട്രേഡിങ്ങിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. സത്യം ഇതാണ്. അത് സാറിന്റെ മുന്നിൽ വെച്ചിട്ട് സാറ് തന്നെ പറയുമ്പോൾ അതിന്റെ ഒരു പെക്യൂലിയാരിറ്റി ഡിഫറൻ്റ് ആണ്. പിന്നെ നേർക്കാഴ്ചയെ കാണുന്നത്, കാഴ്ച കാണാനും ഉണ്ട്. വർഷങ്ങളായി ഓൾറെഡി ഞങ്ങൾ 12 കൊല്ലത്തെ ഗ്യാരണ്ടി അല്ലായിരുന്നു സാറേ അന്ന് തന്നിരുന്നത്. പക്ഷേ 12 കൊല്ലത്തെ ഗ്യാരണ്ടി ഇപ്പം നമ്മൾ 17 കൊല്ലമായി ഇറ്റ്സ് പാസ്റ്റ്. ബട്ട് അതൊരു ലെഗസി ഓഫ് ട്രസ്റ്റ് സിൻസ് ലോങ് ബാക്ക്. നമ്മളിപ്പോൾ ടിനിച്ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണാം. ടിനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട്? 3 അല്ല 2 ദിവസമാണ്. 2 ദിവസം എടുത്തുള്ളൂ. നമ്മൾ 3 എന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് തീർത്തു. നേർക്കാഴ്ചയാ. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ഈസ്റ്റർ ഉയർത്തെഴുന്നേറ്റ് അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഇത് കുഴിക്കാൻ മാത്രമാണ് നമ്മള്. അത് കല്ലും കട്ടയും കൂടുതലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച മുതൽ നമുക്ക് പണി തുടങ്ങായിരുന്നു. അപ്പൊ ഒരു ദിവസം അതിനാ പോയത്. ശരിക്ക് ഇത് തീർക്കുന്നത് 2 ദിവസം കൊണ്ടാണ്. 2 ദിവസം തീർത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുകയായിരുന്നു. ശരിക്കും ഈ പണി ലീവ് എടുത്ത് ശരിക്കും പറഞ്ഞ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുക സിനിമയുടെ. ഞാൻ പറഞ്ഞ് ഈ വൈകിട്ട് 6 മണിക്ക് ശേഷം അങ്ങനെ ഇപ്പൊ തീർന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് 2 മണിക്കാണ് ഇനി പ്രൊമോഷൻ കഴിഞ്ഞു. ഇന്നിപ്പോ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇനി അടുത്ത പരിപാടിക്ക് അതിനുമ്പോ തീർത്തു. അപ്പൊ ശരിക്കും 1.5 ദിവസം
ശരിയാണ്, ഉച്ചയപ്പോ തീർന്നു. അപ്പൊ 1.5 ദിവസം എടുത്തിട്ടുള്ളൂ. 1.5 ദിവസമാണ്. കാരണം ഈ കുഴി എടുക്കാനാണ് ഇത്തിരി താമസം, അത് സെറ്റ് ആവാനുള്ള ടൈമേ വരുന്നുള്ളൂ. പിന്നെ അന്ന് തന്നെ ഈ തൂണിട്ടിട്ട് ഉറപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഫുൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുവന്നു, അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഈ 2 തൂൺ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഏത് വണ്ടി ഇങ്ങനെ കയറ്റിയിടാൻ പറ്റും. അതെ, എന്താന്ന് വെച്ചാലേ നമ്മളൊരു ഇലക്ട്രിക് വാഹനം എടുത്തു. അപ്പൊ അത് നനയാൻ പാടില്ല ഈ ചാർജ് ചെയ്യുമ്പോ. അന്നാ ഇവിടെ സ്ഥലം പോവുകയും ചെയ്യരുത്. ഇതല്ലേ വണ്ടികളൊക്കെ വന്ന് കിടക്കണുണ്ടോ, ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു 2 തൂണിന്റെ സ്ഥലം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കൊണ്ടുവന്ന ആരാന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞ ആലിയ. നമ്മൾ ഈ സ്ഥിരം ഈ യാത്രകൾ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിനും ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം നോക്കാറുണ്ടല്ലോ. ഏത് സാധനം കണ്ടാലും നമ്മുടെ വീട്ടിലത് എങ്ങനെ ചേരും എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഏറ്റവും കൺവീനിയൻസ്ഡ് ആയിട്ട്, അതായത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്, അതായത് ഇവിടെ പറക്കുന്ന ഒരു ഈച്ചക്ക് പോലും സ്ഥലം പോകുന്നില്ല, നിറച്ച് കിളികളും ഇതൊക്കെ വരുന്നതാണ് ഇവിടെ. അപ്പോൾ അവർക്ക് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് പോലും ശല്യമില്ലാത്ത രീതിയിൽ, തടസ്സമില്ലാത്ത രീതിയിൽ എയർ പാസേജും, അതായത് ഇവിടെ വ്യൂ ഉണ്ടല്ലോ ഇപ്പോൾ പുഴയുടെ, അത് നഷ്ടപ്പെട്ടു വരുന്നത് ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നാലും ബാൽക്കണിയിൽ നിന്നാലും താഴെ നിന്നാലും ആ വ്യൂവും പോകുന്നില്ല. ശരിക്കും വന്നാൽ നമുക്കൊന്ന് പേടിയോ, കാരണം ഇതിങ്ങനെ ഒന്ന് 1 മീറ്റർ കുഴിച്ചിട്ടാണ് സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. പിന്നെ മുകളിൽ നിന്ന് ഇത് ഹാങ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നോക്കിയാൽ കാണാൻ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ വെയിറ്റ് അതേ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ചേട്ടാ, ഇത് വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 തൂണില്ലാത്ത കൊണ്ട് അത്യാവശ്യം എല്ലാ വണ്ടിയും വരികയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു പന്തലോ മറ്റു പരിപാടിയൊക്കെ ഒരു പ്രശ്നവും ഇല്ല. ആ രീതി വീട് മറയത്തില്ല, അതിനനുസരിച്ചുള്ള ഒരു വളവേ ഉള്ളൂ. ബാൽക്കണി കട്ട് ചെയ്യാനല്ല, ബാൽക്കണിയുടെ അതേ ഇതിലാണ് ചെയ്തത്. പിന്നെ ഒരു ഭംഗിയും കൂടി ആണല്ലോ, വെറുതെ ഷെഡ് കെട്ടി പോലെ ഇരിക്കരുത്, കാണാനും വൃത്തിയാണ്. ആ പെയിന്റിങ് പോലും വളരെ രസമാണ്. പെയിന്റിങ് വൈറ്റ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെന്തോ കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് കറക്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പായലും പൂപ്പിലൊന്നും പിടിക്കും. 18 വർഷമായിട്ട് ചെയ്ത ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. ഇത് ഏറ്റവും പുതിയ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത്. 18 വർഷം കൊണ്ട് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിലാണ് ഈ പറഞ്ഞ 3 ദിവസം എന്ന് പറഞ്ഞത് നമുക്ക് ഏകദേശം 2.5 ദിവസം, അതും ടീച്ചറും പറയുന്നത് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ 1.5 ദിവസം എടുത്തോളുന്നത്. അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു വീട്ടിൽ എവിടെ പോയാലും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ ഇവിടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ 8 ദിവസം കൊടുക്കും, അത്രയൊക്കെ പറഞ്ഞു, 4-5 ദിവസം കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ പറഞ്ഞാൽ നമ്മളും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം ഞാൻ ഇവിടെ ചെലവഴിച്ചു. എങ്ങനെ ചെയ്യുന്നത്, ഈ ടെക്നോളജി ഉണ്ടല്ലോ, ഒരു സൈഡ് ആ വാട്ടർ വെയിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണേ, കാരണം ഇവിടെ കാറ്റുള്ള സ്ഥലമാണ്. അപ്പൊ അതിന്റെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അവരത്രയും ബാലൻസ് ചെയ്ത് വാട്ടർ ലെവലൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട്, കാരണം ചവറ് വീണാലും നടുക്കായിട്ട് കിടക്കില്ല, ഇങ്ങോട്ട് വന്ന് അപ്പൊ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇവിടെ ഒരു പാത്തി പോലുണ്ട്, അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം അങ്ങനെ മറ്റേ വീടുകള് ശല്യമില്ല, ഉള്ളിൽ തന്നെ പാത്തി വെച്ചേക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയോ, ഇവിടെ കണ്ടോ, ഈ മതിലിനോട് ചേർന്നാണ് 2 ഫില്ലർ. അപ്പം ഈ ഫില്ലർ വെച്ചോണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, കറക്റ്റ് ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. വീടും മറയത്തില്ല, അടിപൊളി സാധനം. കാരണം ഇവിടെയും ഒരു കാർ ഇടും കിടക്ക്, അവിടെയും കിടക്കും, ഇവിടെ 2 കിടക്കും. ഇപ്പൊ ഇവിടെ ഇത്തിരി കേറിയാണ് ഒരു തൂണൊക്കെ വേണമെങ്കിൽ പിന്നെ അങ്ങോട്ട് കേറത്തില്ല. അതും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, ഒന്നിനും ആർക്കും ബുദ്ധിമുട്ടില്ല, സന്തോഷം ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ 100% ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുള്ളൂ ഇങ്ങനെ ചാനൽ, പക്ഷെ അത് വൈറലായിരിക്കും, എന്തെങ്കിലുമൊക്കെ എയർ ആയിരിക്കും, എയർ അല്ലെങ്കിൽ വൈറല്. ഞാൻ ഇതിനു മുമ്പ് ഔഷധ സസ്യങ്ങൾ ഇവിടെ ചുറ്റും നട്ടിട്ടുണ്ട്. അതിപ്പോ വലുതായിട്ടുണ്ട്, എല്ലാം വലുതായിട്ടുണ്ട്, കെട്ടിച്ചു വിടാറായി, അത്രയും വലുതായി. അത് നല്ല രസമായിട്ട് ഇവിടെ വളർന്നിട്ടുണ്ട്. ഇപ്പൊ വൃക്ഷങ്ങൾ, അതായത് ഒരു പ്രകൃതിനെ ശല്യം ചെയ്യാണ്ടാണിത്. ഒരു മരം പോലും വെട്ടിക്കളയേണ്ടി വരും, ഒരു ചെടി പോലും എടുത്ത് മാറ്റേണ്ടി വരും, ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട്. അപ്പൊ അത് നോക്കി വളരെ എക്സ്പീരിയൻസ് കേട്ടോ. ഈ എക്സ്പീരിയൻസ് 18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ജോലിക്കാർക്കുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് പുള്ളി എല്ലായിടവും ചെയ്യുന്നത്. അല്ല, ഷാജഹാൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയുള്ള അളവൊക്കെ കറക്റ്റ് കിട്ടും പുള്ളിക്ക്. ഇങ്ങനെ നിറഞ്ഞ് കറക്റ്റ് ആക്കിട്ട് പോയി. അതെ. ഇപ്പൊ സാധാരണ ഇതില്ലേ, ഇപ്പൊ ഈ വെള്ളം തെറിക്കും, ഇങ്ങോട്ട് തെറിക്കും. അതിന്റെ ഒരു പാനലിംഗ് പുള്ളി ഇത് എനിക്ക് തോന്നുന്നു വേറെ ആരുടെ വളരെ കുറവാണ്. ഈ പാനലിംഗ് സെറ്റ് ആയിട്ടുണ്ട്, അപ്പൊ വെള്ളം ഇങ്ങോട്ട് വീഴൂല, തെറിക്കൂല. അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഒക്കെ തെറിക്കൂല. പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, ചിലതൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ ഇത് പ്രത്യേകിച്ച് അറിയാലോ, മഴയും വെള്ളമൊക്കെ അടിച്ചു കയറുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയമില്ല, കാറ്റടിച്ചാലും വിഷയമില്ല, സ്ഥലത്തിന്റെ പ്രശ്നം പെട്ടെന്ന്, സ്ഥലത്തിന് കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് പരിപാടിയും തീർത്ത് പോവാം. അതെ, ഇത് ചെലവെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ഒരു വലിയ വീട് വെക്കുന്ന കാശൊന്നും അല്ല, ഒരു തട്ടിട എന്നാ ഒരു വാർക്ക വീടിന്റെ സംരക്ഷണമുണ്ട്.
നന്ദിട്ടാ ഫാക്ടറി കാണാൻ ഒരു രക്ഷയില്ലല്ലേ? ദേ രക്ഷയില്ലെന്നുള്ള കണ്ണത്താ ദൂരമാണ്. ദേ മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിം സാധനത്തിനാ ചെയ്തേക്കുന്നത്. ഇവിടെ ആ മെറ്റീരിയലാ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിലും വിലക്കുറവിലും കൊടുക്കാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ ദേ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുവാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ എല്ലാം മെഷീനറി അല്ലേ ഫുൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. സാറേ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് ഈ കാർ പോർച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല, എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ എന്താ പറ്റാത്തതെന്ന് ചോദിച്ചാൽ മതി. ആണല്ലയോ? എല്ലാം ചെയ്യും. കാർ പോർച്ച് തന്നെ 2, 3, 4 ഡിസൈൻസ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. 2, 3, 4 ഡിസൈൻസ് ഉണ്ട്. പിന്നെ അത് അതിൻ്റെതായിട്ട് ടെക്നിക്കൽ അത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് എങ്ങനെയാണ്, അത് ഏത് മോഡൽസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇപ്പോഴ് ഒരു പാനൽ റൂഫിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നമ്മൾ നേരത്തെ കണ്ടത് ആർച്ച് ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ ഒരു നേരെയുള്ള ടൈപ്പ്. ഇത് കണ്ടംപററി സ്റ്റൈൽ വീടുകൾക്ക് ഇത് ഉപയോഗിക്കാം. വേറൊരു വലിയ സംഭവം ഉണ്ട്. ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ, ഇത് ഒറ്റ തൂണിലാണ് നിൽക്കുന്നത്. ഈ സാധനം 2 സൈഡിലേക്ക് വന്ന ഒറ്റ തൂണിലാണ് നിൽക്കുന്നത്. സാധാരണ ഇദ്ദേഹത്തിന്റെ വർക്കല്ല 2 തൂണാല്ലയോ? 2, 3, 4 അത് ഡിപ്പെൻഡ് സൈസിനനുസരിച്ച്, നീളം കൂടുന്നതിനനുസരിച്ചുള്ള ഇതിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സാർ ഏതൊക്കെ ടൈപ്പ് റൂഫിംഗ് ആ ചെയ്യുന്നത്? റൂഫിങ് നമ്മൾ ട്രപ്പിസോഡിയൽ പ്രൊഫൈൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന അക്സസറീസ് എല്ലാം ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എല്ലാം മെക്കനൈസ്ഡ് റോൾ ഫോമിംഗ് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഫോൾ സീലിങ്ങിന് വേണ്ടുന്ന ലേറ്റസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വോൾ സീലിങ്ങിന് വേണ്ടതും പിന്നെ വോൾ ക്ലാഡിങ്ങിനുള്ളതും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പാത്തീസ് എല്ലാം അങ്ങനെയുള്ള അക്സസറീസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം മെക്കനൈസ്ഡ് ആണ്. എത്ര വലിയ കമ്പനിയാണെങ്കിലും ഇനി എന്തെല്ലാം ഏത് ടൈപ്പ് റൂഫ് ആണെങ്കിലും നേരെ ഇങ്ങ് വിളിച്ചാൽ മതി. അത്രേ ഉള്ളൂ. സാറേ നമ്മുടെ കമ്പനി 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷത്തിലേക്ക് എത്തുക. ഞങ്ങൾ 19ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു നല്ലൊരു ഡിസ്കൗണ്ട് ഇപ്പോൾ 550 കൊടുക്കുന്നത്. കേൾക്കണം, നല്ലൊരു ഡിസ്കൗണ്ട്. 550 രൂപയ്ക്ക് കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മളത് 400-450 അതൊരു 30% ഡിസ്കൗണ്ട് ഇട്ട് 25 to 30% ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എത്ര പേർക്ക്? ആദ്യത്തെ ഒരു 300 കസ്റ്റമേഴ്സ്. ഇത് കേട്ടോണം, ആദ്യത്തെ 300ഓളം പേർക്ക് 550 സ്ക്വയർ ഫീറ്റിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് 400 രൂപയ്ക്ക് ചെയ്തു തരും. സാറേ ഇപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും, എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ വ്യത്യസ്തമായ മോഡൽസ് ഉണ്ടല്ലോ. ആ മോഡലിന് വ്യത്യസ്ത റേറ്റുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ്, എഞ്ചിനീയേഴ്സ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ വർക്കിനും അല്ല, എന്ന് പറഞ്ഞാൽ ഇച്ചിരി വർക്ക് കൂടുതലായിട്ടുള്ള വർക്കുകൾക്കാണെങ്കിൽ ചെറിയ അതിനുള്ള പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ തന്നെ പ്രൈസ് വ്യത്യാസം ഇതുണ്ടാവുമല്ലോ. ആ പ്രൈസിനകത്ത് ഏത് പ്രൈസ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് 25 to 28% നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്, ഏത് മോഡലായാലും. ഓക്കെ സാറേ, ഈ കാർ പോർച്ച് അല്ലാതെ വേറെ എന്തൊക്കെ നമ്മൾ ചെയ്യും? ഞങ്ങൾ വലിയ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട്. വെയർ ഹൗസസ്, ജിംനേഷ്യം ഹാള്, സ്വിമ്മിംഗ് പൂൾസ്, ഒരുപാട് ഏത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഏറ്റവും വലിയ കമ്പനി വന്നാലും നമുക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലയോ എത്ര സ്ക്വയർ ഫീറ്റിന്റെ വലിയ കമ്പനിയാണ് ചെയ്തേക്കുന്നത്. സ്കൂളിന്റെ, കോളേജസിന്റെ ഒക്കെ ഹാളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം. വെയർ ഹൗസുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് ഇന്നതെന്ന് പറയാനില്ല, എല്ലാം ചെയ്യാം. വീടിന്റെ ടോപ്പുകളെല്ലാം ചെയ്യും. 100% ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആണിത് ഈ പ്രോഡക്റ്റ്. അതിന്റെ ചൂട് കുറയും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമുക്ക് ഓട് പ്രത്യേകം വെക്കണ്ട, ഒരു സാധനം വേണ്ട. ഈ ഒരു പണി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഫോൾ സീലിംഗിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന്റെ നമ്മുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. നമ്മളത് വെബ്സൈറ്റിന്റെ പേരെന്തുവാ? www.aliaformtech.net.